എല്ലാരും ഓടി വായോ, എല്ലാരും വായോ, നിങ്ങൾ അറിഞ്ഞോ? എല്ലാരും ഓടി വായോ, വാ. എന്നതാടാ? നമ്മുടെ മാത്തുകുട്ടിച്ചാൻ ആരെ തല്ലിക്കൊന്ന് ആ കരിമ്പൻകാട്ടിൽ തള്ളിയിരിക്ക. അയ്യോ, എന്റെ മാത്തുകുട്ടിച്ചായനോട് ആരാണ് ഈ കടും കൈ ചെയ്തത്? എന്റെ കർത്താവേ, ബഹളം ഉണ്ടാക്കാതെ എല്ലാരും ഒന്ന് പുറത്തു പോകണം. ആരാ ഇത് ചെയ്തെന്നറിയൂ? രാത്രി പുറകീന്നായിരുന്നു. മാത്തുകുട്ടിച്ചായൻ ചത്തുപോയ നമുക്കൊരു ദുഃഖാചരണ വാരാഘോഷം ആഘോഷിക്കണം. ഒടുക്കത്തെ വർത്താനം പറയാതെടാ. എന്റെ മാത്തുകുട്ടിച്ചായനോട് ഈ കൊലച്ചത് ചെയ്ത ഒരു പുഴത്ത് ചാവത്തേ ഉള്ളൂ. ഒരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബസഹായ ഫണ്ട് പിരിക്കായിരുന്നു. ഞാൻ പിന്നെ ആരാണോ നിന്റെ വിചാരം? ഞാൻ സീക്രട്ട് ഫാമിലിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. അയ്യോ, എനിക്കിനി ആരാണോ ഉള്ളത്? സാറാമേടത്തി വിഷമിക്കണ്ട, സാറാമേടത്തേക്ക് ഞാനുണ്ട്. വെടിക്കുറ്റി പോലെ ഇരുന്നോ. എന്താ ഇവിടെ കരച്ചിലും ബഹളം? സങ്കടം വന്നിട്ടാ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സാറേ, ഇത് മനഃപൂർവ്വം കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാ. ഇത്താക്ക് അല്ലാതെ വേറെ ആരാ ചെയ്തത്? ഇതിനു മുമ്പ് ഇതിനെ കൊല്ലാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട് സാറ്. ഞാനല്ല ചോദ്യം ചെയ്തത്, എന്റെ പൊന്നു മോളാണ് ഞാനല്ലേ. മാത്തുക്കുട്ടിയെ കൊല്ലുമെന്ന് കള്ള് ഷാപ്പിലിരുന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടത് ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വെള്ളത്തിന്റെ ഒരു ഓളത്തെ അങ്ങ് പറഞ്ഞു പോയതാ. ഇനിയിപ്പോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തുറന്നു പറഞ്ഞാൽ എനിക്കൊരു മടിയില്ല. അതൊക്കെ അറിയാമല്ലോ. അറിയാം. അത് മാത്രമല്ല, ഒരുപാടറിയാം. 5-ാം വയസ്സിൽ അനാഥാലയത്തിൽ എത്തിച്ചേർന്ന നിന്റെ രൂപം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നീ അന്നേ വികൃതിയായിരുന്നു. പിന്നെ ആ വികൃതി തെമ്മാടിത്തരങ്ങളിലേക്ക് തിരിഞ്ഞു. ആരോടോ പക തീർക്കും പോലെ. നീ വഴിപിഴപ്പിച്ച അന്നയെ, അവൾക്ക് പിറന്ന സലോമി എന്ന കുഞ്ഞിനെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ജീവപര്യന്തം കഴിഞ്ഞു വന്ന നിന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഞാൻ തന്നപ്പോ നിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കുഞ്ഞിലൂടെ നിനക്കൊരു പുതിയ ജീവിതം കിട്ടുമെന്ന് കരുതി ഞാൻ സന്തോഷിച്ചു. എന്നിട്ടും നീ എല്ലാം തകർത്ത് കളയുകയാണല്ലോടാ ഇസഹാക്ക്. അത് അച്ഛോ, ഞാൻ എല്ലാം ചെയ്യുന്നത് അവക്ക് വേണ്ടിയാ. അല്ല, അവളോട് സ്നേഹമുണ്ടെന്ന് കാട്ടാനായി നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ ശുദ്ധ അനാവശ്യങ്ങളാ. അത് നിനക്കറിയോ? ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടുത്തെ മടയിലെ പുതിയ കോൺട്രാക്ടർ. പേരപ്പൂന്ന. മിസ്റ്റർ അപ്പുവിനെ കുറിച്ച് ഞാൻ കേട്ടു. ഇതുവരെ കാണാൻ പറ്റിയില്ല. അച്ഛോ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. മാത്തുക്കുട്ടി സംഭവം മടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. തൊഴിലാളികൾ 2 ഗ്രൂപ്പായിട്ടുണ്ട്. കുത്തിയിളക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. മാത്രമല്ല, പോലീസ് കേസായെന്നും കേട്ടു. ഏതായാലും പ്രശ്നം ഒന്ന് തണുക്കുന്നവരെ ഇത്താക്കിയെന്ന് ഇവിടുന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നത് നല്ലത്. അതെ അതെ. ടൗണിൽ ഞാൻ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജയിക്കുന്നോ നല്ലത്. ശരിയാ, അപ്പുവിന്റെ കൂടെ ചെല്ല്. എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളും. കേസിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു പ്രശ്നം വരുമ്പോ ഇത്താക്കിയറിനെ പോലെ ആളെ സഹായിച്ചില്ലേ, പിന്നെ ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഞാനിപ്പോ പോയാ വീട്ടിലെ പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. നീ ധൈര്യമായിട്ടിക്കല്ലേ. വേഗം വേണം, 8 മുമ്പേക്ക് തിരിച്ചിട്ടാളാ. ചെല്ല്. ഇറങ്ങി വേണം, അകത്ത് കയറി ഒളിച്ചിരിക്കാൻ. ഇങ്ങോട്ട് ഇറങ്ങി വേണം. ചോടേണ്ടി വേണം. ചോദിക്കാനും പറയാൻ ആളല്ലേ കയറിയല്ലേ? ഇറക്കി വിടറേ. എവിടെ നിന്റെ തന്ത? മാത്തുക്കുട്ടി ഞാൻ ആരാന്ന് വിചാരിച്ചേ? ഇറക്കി വിടറി ലോകം ഇതിന്റെ തന്തേ. അവനെ ഞാൻ പണ്ടേ നോക്കി വിട്ടിരിക്കുമായിരുന്നു. അടിച്ച പൊളിക്കണല്ലോ. നിന്റെ തന്തേനെ ഇറക്കി വിടല ഇതൊക്കെ കത്തിച്ചളയും. നീ ഒറ്റയ്ക്കുള്ള വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ പോണേ. നോക്കണേ. ഇനി ആരെങ്കിലും ഒന്ന് ബഹളം ഉണ്ടാക്കിയെങ്കിലും എന്ന് കരുതി ഒരു കൂട്ടിന് കയറിയതാ. ചൂടാ. ഗ്ലാസ് വെള്ളം കരുതി. ഇത് വെള്ളമല്ലേ? കൊണ്ടുവരാം. പേടിക്കണ്ട, ഞാനിവിടെ ഇല്ലേ. ഉറങ്ങിക്കോളൂ. പോയി കിടന്നുറങ്ങാൻ. വാതിൽ തുറക്കാൻ.
തുറക്കടി. ഇസഹ കൊണ്ടുകൂടി ഇവിടെ. ഇല്ല സാർ. കയറി നോക്ക്. നിങ്ങളാരാ? ഇവിടെ പാറമടയിലെ കോൺട്രാക്ടറാ. അപ്പു, ഇത്താക്കേന്റെ കൂട്ടുകാരൻ. എന്താ ഇപ്പൊ ഇവിടെ? കുറച്ചു മുമ്പേ ഇവിടെ എന്തോ ബഹളം കേട്ട് കയറുക. അപ്പൊ ഇതിനാണ് ഇവിടെ കിടന്ന് ഈ വായു പിടിച്ചല്ലേ? ഒരുത്തന്മാരുടെ ഒരു ഭാഗ്യേ. ഇത് വെറും ഭാഗ്യമല്ല, മെമ്പർ ആ ഇത്താക്ക് കൂട്ടിയേപ്പിച്ചിട്ട് മാറിക്കൊടുത്തതായിരിക്കും സൗകര്യം പോലെ. അകത്താരുമില്ല സർ. എന്തെങ്കിലും അറിവ് കിട്ടിയാ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കണം. ശരി സർ. ഏതായാലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. പാലൊക്കെ ചേർന്നു. ഞാനീ വരാന്ത ഉണ്ടാവും. ഇനി ആരും നിന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ല. നശിപ്പിച്ചു. നല്ലൊരവസരല്ലേ അപ്പൂട്ടൻ കളഞ്ഞു വിളിച്ചത്. ഇത്രയും നല്ലൊരു സാഹചര്യം ഒത്തു വന്നിട്ട് അപ്പൂട്ടൻ അവിടാ നിനക്ക് തെറ്റിയ. ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയ 1-2 മണിക്കൂർ ഞാൻ അത്യാർത്ഥി കാണിച്ചിരുന്നെങ്കിൽ എല്ലാം അതോടെ തീരില്ലേ? പിന്നെ ഒരാക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ ഇഷ്ടത്തോടെ കീഴടങ്ങുന്ന എനിക്കിഷ്ടം. അതെന്തിനായാലും. എന്ന് പറഞ്ഞ ഇപ്പൊ ഇത്താക്ക് പോലീസിന്റെ ജീവിതം ഇരിക്കുന്നത് അയാളുടെ മോള് പെണ്ണിന്റെ ഭാവിയിലാ. ഇനി വളരെ പെട്ടെന്ന് അവളെന്റെ കാൽക്കീഴിലാവും. അതാ പെണ്ണ്. സ്നേഹിച്ച് ഞാൻ അവളെ എങ്ങനെയാടാ അറിയുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എല്ലാവരും അടുത്തേക്ക് വരിക. ഞങ്ങൾ പറയുവാൻ പോകുന്ന കഥ ശ്രദ്ധിച്ച് കേൾക്കുക. പറയാം. അർദ്ധരാത്രി സമയം 12 മണി. കൂരിരുട്ടിന്റെ അന്ധകാരത്തിൽ പൂർണ്ണചന്ദ്രൻ മാത്രം ഉദിച്ചു നിൽക്കുന്നു. എങ്ങും നിശബ്ദത. ഊളന്മാരുടെ ഓളിയിടൽ മാത്രം. പെട്ടെന്ന് കൂരിരുട്ടിന് കീറി മുറിച്ചുകൊണ്ട് ഞങ്ങളും കുറച്ചുപേരും പിന്നെ 2-3 പോലീസുകാരും കൂടി ഇത്താക്കു ചേട്ടന്റെ വീടിന് മുന്നിൽ കാല് കുറ്റി കഥയിട്ടിരിക്കുകയാണ്. കഥ കുറ്റിയിട്ടിരിക്കുകയാണ്. ഞങ്ങള് മുട്ടി. മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ മുട്ടി. ഈ സമയത്ത് ഇത്താക്കുന്ന മനുഷ്യൻ സ്വന്തം മകളെ മാത്രം വീട്ടിൽ തനിച്ചാക്കി അയാള് വീടുപേക്ഷിച്ച് ഒളിവിൽ പാർക്കാണെന്നുള്ള കാര്യം നിങ്ങളേവരെ ഞാൻ ബസ്സിന് സമേതം അറിയിച്ചു കൊള്ളുകയാണ്. കാര്യം നിങ്ങൾ പ്രത്യേകം മറന്നു പോകരുത്. അങ്ങനെ ഞങ്ങൾ മുട്ടി വാതിൽ തുറക്കപ്പെട്ടു. ആരണ്ട വെളിച്ചത്തിന്റെ സഹായത്തിൽ 2 ആത്മാക്കൾ വീടിന്റെ ഉള്ളിൽ നിന്നും ഞങ്ങളുടെ മുന്നിലേക്ക് നടന്നു വന്നു. ആരൊക്കെയാണത്? സലോമി. അഴിഞ്ഞുലഞ്ഞ ഞെളിഞ്ഞ പിളിഞ്ഞ മുടിയുമായി സലോമി. സലോമിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേയാൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് അപ്പു. അഴിച്ചിട്ട ഷർട്ടുമായി വിയർപ്പിലിങ്ങനെ കുളിച്ചു നിൽക്കുന്ന അപ്പു. എന്നെ അതെന്ന് തുടങ്ങി? ഉദ്ഘാടന നാടൻമുറിക്കിലൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ ഇതെല്ലാം കണ്ടത്. അതെ ജോസുട്ടിച്ചായ, കണ്ണു ചോരയില്ലാത്ത വർത്താനം പറഞ്ഞ ദേവദോഷം കിട്ടും. ഇവളായിരിക്കും കൂട്ടിരിപ്പ്. അതാ ഇവക്ക് ഇത്ര ചോർച്ചില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങൾക്ക് തീരെ സമയമില്ല. ഇവിടെ അവതരിപ്പിച്ച ഈ കഥാപ്രസവ പരിപാടി ഈ നാടിന്റെ പല ഭാഗങ്ങളിലേക്ക് അവതരിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ക്ഷമിക്കുക. നമുക്ക് പിന്നെ കാണാം. ഈ കഥ നന്നായിട്ട് ഓടും. ഇനി സാറാമച്ചേടത്തിന്റെ ഡിമാൻഡ് അല്പം കുറയും. എന്താ ചെയ്യുക? സൈക്കിൾ എടുക്കൂ.